ഞാനൊരു ഡേറ്റാ ബേസ് വരയ്ക്കുക. ഈ ഡേറ്റാ ബേസിൽ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എഴുതുക. അപ്പോൾ ഇത് കസ്റ്റമറുടെ പേര്, ഇതെൻ്റെ പ്രൊഡക്റ്റുകളുടെ പേര് അല്ലെങ്കിൽ എൻ്റെ സർവീസുകളുടെ പേര്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കസ്റ്റമർ ഓഗിൻ സാർ. രണ്ടാമത്തെ കസ്റ്റമർ ബാസിദ്. ഓക്കെ, ബാസിദ്. മൂന്നാമത്തെ കസ്റ്റമർ ഓക്കെ, നമുക്ക് 6 പേരുടെ ആരിഫ്. ഓക്കെ, നാലാമത്തത് നമ്മളുടെ ഡോക്ടർ. ഓക്കെ, ഇനി എൻ്റെ പ്രൊഡക്റ്റുകൾ ഞാൻ എഴുതുക. ഓക്കെ, ഇത് നമ്മളുടെ 1 ഡേ പ്രോഗ്രാം, ഇന്ന് നടക്കുന്ന പ്രോഗ്രാം. ഇത് നമ്മുടെ കിങ്സ് ക്ലബ്ബ്, ഇത് നമ്മളുടെ കിങ് മേക്കേഴ്സ് ക്ലബ്ബ്, ഇത് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ കസ്റ്റമേഴ്സ്, ഇത് എൻ്റെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഞാൻ നോക്കുകയാണ് ഓഗിൻ സാറ് 1 ഡേ പ്രോഗ്രാമിന് വന്നു. ഓഗിൻ എന്ന് പറയുന്ന ഈ നാരങ്ങ ഒരു വട്ടം ഞാൻ പിഴിഞ്ഞു, കളഞ്ഞോ? അപ്പം എന്തായി? ഓഗിൻ സാറ് 1 ഡേ പ്രോഗ്രാമിന് വന്നു. നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ട്രെയിനർമാർ എന്ത് ചെയ്തു? ഒറ്റവട്ടം പിഴിഞ്ഞു, ഈ ഒരു ഇത്തിരി കട്ട് ചെയ്തിട്ട് അത് പിഴിഞ്ഞു, ബാക്കിയെടുത്ത് കളഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? അടുത്തത് വീണ്ടും അതേ നാരങ്ങയുടെ മറ്റേ പോർഷൻ എടുത്ത് വീണ്ടും പിഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കളഞ്ഞു. നോ, എന്ത് ചെയ്തു? കിങ് മേക്കേഴ്സ് വീണ്ടും ആ നാരങ്ങയുടെ അടുത്ത പോർഷൻ എടുത്ത് വീണ്ടും പിഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം വീണ്ടും ഇൻവെസ്റ്റേഴ്സ് ക്ലബിൻ്റെ നാരങ്ങ എടുത്ത്. സാറ് വിചാരിച്ചിരിക്കുന്ന തീർന്നു എന്നാ. ഈ നാരങ്ങക്കകത്ത് ഇനിയും നീരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിനി വരും, അടുത്ത ക്ലബ്ബുമായിട്ട് വരും, ആ ക്ലബിൻ്റെ അകത്തേക്ക് പിഴിയാനുള്ള നാരങ്ങയായിരിക്കുന്നേ. അപ്പോൾ ആരിഫ് ഇവിടെ വന്നിരിക്കുന്നു. ആരിഫ് 1 ഡേ പ്രോഗ്രാമിന് വന്നു, കിങ്സ് ക്ലബിലേക്ക് വന്നു. ഈ മുഴുവൻ നാരങ്ങ പകുതി മാത്രമേ നീരെടുത്തിട്ടുള്ളൂ. ആരിഫേ, ബാക്കി പകുതി അവിടെ ഇരിക്കുക. മനസ്സിലാവുന്നോ? അപ്പോൾ എന്താ? ഈ 2 പ്രൊഡക്റ്റ് എടുത്തിട്ടില്ല. അപ്പം എന്തായി? ആ മുഴുവൻ നാരങ്ങ ഇനിയും അതിൻ്റെ അകത്ത് നീരുണ്ട്. യൂട്ടിലൈസേഷൻ മനസ്സിലാവുന്നോ? അപ്പം അടുത്ത ആള് ബാസിദ്, നീ കിങ്സ് ക്ലബിലും ഉണ്ട്, ഇതിൻ്റെ അകത്തില്ല, പിഴിയാനുള്ളതാ. ഡോക്ടർ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ അകത്തില്ല, ഇനിയും പിഴിയാനിരിക്കുക. ഈ പിഴിയാനുള്ള നാരങ്ങ ഇവിടെ ബാക്കി വെച്ചിട്ട് ഞാൻ എന്തിന് തിരുവനന്തപുരത്ത് പുതിയ കടയിടണം? എങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഓഫീസിൽ എത്ര നാരങ്ങ ഉണ്ട് ഇനിയും പിഴിയാൻ? എത്ര നാൾ ജ്യൂസ് കുടിക്കാനുള്ളത് നാരങ്ങ ഇനിയും അതിൻ്റെ അകത്ത് നീരുണ്ട്? ഇത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റാ ബേസ് ആണ്. ഇനി മാർക്കറ്റിങ്ങിലേക്ക് പോവാം. മാർക്കറ്റിംഗ് നടത്തുമ്പോൾ 1000 എൻക്വയറി വരുന്നു ഒക്ടോബർ 15 പ്രോഗ്രാമിന്. ഇതിൻ്റെ അകത്തുനിന്ന് 200 പേരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ബാക്കി 800 പേരെന്തായി? അവർ കൺവേർട്ട് ആയില്ല. ഇനി നവംബർ മാസത്തിൽ വീണ്ടും അടുത്ത പ്രോഗ്രാം നടക്കുന്നുണ്ട്. അന്ന് ഈ 800 പേരെ ആയിരിക്കണം പിഴിയേണ്ടത്. നമ്മളെന്താ ചെയ്യുന്നത്? പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്ക്, പുതിയ പൈസ മുടക്കി പുതിയ രീതിയിൽ അടുത്ത കസ്റ്റമറെ തിരക്കിപ്പോവും. ഈ നാരങ്ങ എന്തായി? 80% പിഴിയാതെ ഇവിടെ ഇരിക്കുക. അവിടെ എന്തായി? 80% പിഴിയാതെ അവിടെ ഇരിക്കുന്നു. ഇരിക്കുന്ന നമ്മളാകുന്ന മുഴുവൻ നാരങ്ങയെ എത്ര ശതമാനം പിഴിഞ്ഞിട്ടുണ്ട്? ബിസിനസ് ഓണറാവുന്ന നമ്മളെ എത്ര ശതമാനം പിഴിഞ്ഞിട്ടുണ്ട്? പറ.